ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇടിയാൻ സാധ്യതയുള്ള രണ്ട് സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ഇൻഫോ എഡ്ജ് കഴിഞ്ഞ ദിവസം 0.39% ഉയർന്ന് 5288 മാർജിനലി പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയിരുന്നു. 68,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 283, ഡിവിഡൻഡ് yield 0.36%. 52 വീക്ക് ഹൈ 5545, 52 വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് ഫേസിലാണ്. ഇൻഫോ എഡ്ജിൻ്റെ ജോബ് റിക്രൂട്ട്മെൻറ്റ് ആപ്ലിക്കേഷനായ നൗക്കരി, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആപ്ലിക്കേഷനായ 99 ഏക്കർ എന്നിവയെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും റിമൂവ് ചെയ്തു എന്നുള്ളതാണ് ഇൻഫോ എഡ്ജിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാന അപ്ഡേറ്റ്. അതേസമയം ഇൻഫോ എഡ്ജിൻ്റെ മാട്രിമോണി ബിസിനസ് ആപ്ലിക്കേഷനായ ജീവൻ സാത്തിയെയും ഷാദി.comനെയും റിമൂവ് ചെയ്തിട്ടുമില്ല. ഇൻഫോ എഡ്ജ് എന്ന കമ്പനി ഗൂഗിളിൻ്റെ ആപ്പ് ബില്ലിംഗ് പോളിസി കമ്പൈൽ ചെയ്യാത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇൻഫോ എഡ്ജിൻ്റെ രണ്ട് പ്രധാന ആപ്ലിക്കേഷനുകൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും റിമൂവ് ചെയ്തത്. കഴിഞ്ഞ ദിവസം, അതായത് വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ രാവിലെ 11 മണി മുതൽ തന്നെ ഇൻഫോ എഡ്ജുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ പുറത്തു വന്നിരുന്നു. റോയിട്ടേഴ്സിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇൻഫോ എഡ്ജിൻ്റെ ആപ്പ് ബില്ലിംഗ് പോളിസി ഫോളോ ചെയ്യാത്തതുകൊണ്ട് ഇൻഫോ എഡ്ജ് ഗൂഗിളിൻ്റെ ആപ്പ് ബില്ലിംഗ് പോളിസി ഫോളോ ചെയ്യാത്തതുകൊണ്ട് ഗൂഗിൾ ഇൻഫോ എഡ്ജിൻ്റെ ചില പ്രധാന ആപ്ലിക്കേഷനുകൾ റിമൂവ് ചെയ്തേക്കും എന്നുള്ളൊരു റിപ്പോർട്ട് വന്നു. അതിനുശേഷം ഇൻഫോ എഡ്ജിൻ്റെ ഫൗണ്ടറായ സഞ്ജീവ് ബിഗ്ചന്ദാനി പറഞ്ഞിരുന്നു ഗൂഗിളുമായി ബന്ധപ്പെട്ട ബില്ലിംഗ് ഇൻവോയ്സുകളൊന്നും പെൻഡിങ് അല്ല. അതിനുശേഷം മാർക്കറ്റിൽ, പ്രത്യേകിച്ചും ഇൻഫോ എഡ്ജിൻ്റെ സ്റ്റോക്കിൽ ഒരു റിക്കവറി വരികയും ചെയ്തു. പിന്നീട് രാത്രി 8 മണിക്ക് വന്ന അപ്ഡേറ്റ് പ്രകാരമാണ് ഇൻഫോ എഡ്ജിൻ്റെ രണ്ട് ആപ്ലിക്കേഷനുകൾ, അതായത് നൗക്കരിയും 99 ഏക്കറും റിമൂവ് ചെയ്തതായിട്ട് ഗൂഗിളിൽ നിന്നും അറിയാൻ സാധിച്ചത്. ഇവിടെ ഗൂഗിളിൻ്റെ ആപ്പ് ബില്ലിംഗ് പോളിസിക്കെതിരായി ഇൻഫോ എഡ്ജ് 2023 ജനുവരി മാസത്തിൽ സുപ്രീം കോർട്ടിനെ സമീപിച്ചിരുന്നു. സുപ്രീം കോർട്ട് ഫെബ്രുവരി 9 ഈ പെറ്റീഷൻ തള്ളുകയും ചെയ്തു. അതിനുശേഷമാണ് ഇൻഫോ എഡ്ജിൻ്റെ രണ്ട് പ്രധാന ആപ്ലിക്കേഷനുകളെ ഗൂഗിൾ റിമൂവ് ചെയ്തത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇൻഫോ എഡ്ജ് എന്ന സ്റ്റോക്കിനെ ശ്രദ്ധിക്കാവുന്നതാണ്. ഗൂഗിൾ ആപ്പ് സർവീസിൻ്റെ പ്ലാറ്റ്ഫോം ആൻഡ് സർവീസ് ഫീ റിലേറ്റഡ് ആയിട്ടുള്ള ഫീസ് ഇനത്തിൽ ഇൻഫോ എഡ്ജ് പെൻഡിങ് വരുത്തി എന്ന രീതിയിലുള്ള അപ്ഡേറ്റുകൾ പുറത്തു വരുന്നുണ്ട്. ഓവറോൾ ഈ ന്യൂസുകളെല്ലാം ഇൻഫോ എഡ്ജിനെ സംബന്ധിക്കുന്ന ഒരു നെഗറ്റീവ് ന്യൂസാണ്. 5500 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന റെസിസ്റ്റൻസ് സോൺ, 52 വീക്ക് ഹൈ, അവിടെ നിന്നും സ്റ്റോക്ക് ഇടിഞ്ഞ് 5284 ട്രേഡ് ചെയ്യുന്നു. വരും ദിവസങ്ങളിൽ ഇടിവ് തുടരുകയാണെങ്കിൽ 5000, 4850, 4500 തുടങ്ങിയ ലെവലുകളായിരിക്കും പ്രധാന സപ്പോർട്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് പേടിഎമ്മിനെ കുറിച്ചാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ പേടിഎം 5% ഉയർന്ന് 423 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. 26,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള പേടിഎമ്മിൻ്റെ 52 വീക്ക് ഹൈ 998, സ്റ്റോക്ക് 52 വീക്കിലോ 318 ട്രേഡ് ചെയ്യുന്നു. ഫിനാൻസ് മിനിസ്ട്രിയുടെ കീഴിലുള്ള ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് ഇന്ത്യ പേടിഎമ്മിന് മുകളിൽ മണി ലോണ്ടറിംഗ് കേസ് ആരോപിക്കുകയും 5.49 കോടി രൂപയുടെ പെനാൽറ്റി ചുമത്തുകയും ചെയ്തു എന്നുള്ളതാണ് പേടിഎമ്മിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാന അപ്ഡേറ്റ്. പേടിഎം എന്ന കമ്പനി തുടർച്ചയായ റെഗുലേറ്ററി പ്രോബ്ലമുകൾ നേരിടുകയാണ്. 2024 ജനുവരി 31 പേടിഎം വഴി വാലറ്റ്, അക്കൗണ്ട്, ഫാസ്ടാഗ് തുടങ്ങിയവയുടെ റീചാർജും ഡെപ്പോസിറ്റും RBI നിരോധിച്ചിരുന്നു. അതിനുശേഷം പേടിഎം എന്ന കമ്പനി പല ഫിനാൻഷ്യൽ റെഗുലേഷൻസും സൂപ്പർവൈസറി കൺസേണും ബ്രീച്ച് ചെയ്യുന്നതായിട്ടും RBI കണ്ടെത്തിയിരുന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പേടിഎം എന്ന കമ്പനി ക്രൈസിസ് പീരീഡിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഫിനാൻസ് ഇൻ്റലിജൻസ് യൂണിറ്റ് ഓഫ് ഇന്ത്യ, അതായത് ഫിനാൻസ് മിനിസ്ട്രിയുടെ കീഴിലുള്ള ഫിനാൻസ് ഇൻ്റലിജൻസ് യൂണിറ്റ് ഓഫ് ഇന്ത്യ പേടിഎമ്മിന് മുകളിൽ മണി ലോണ്ടറിംഗ് പ്രിവെൻഷൻ ആക്ട് പ്രയോഗിക്കുകയും 5.49 കോടി രൂപയുടെ പെനാൽറ്റി ഇമ്പോസ് ചെയ്യുകയും ചെയ്തു. ഈ ഒരു ന്യൂസിന് എഗനിസ്റ്റ് ആയിട്ട് പേടിഎമ്മിൻ്റെ സൈഡിൽ നിന്ന് വന്ന എക്സ്ചേഞ്ച് നോട്ടിഫിക്കേഷൻ നമ്മൾ പരിശോധിച്ചാൽ പേടിഎം എന്ന കമ്പനി 2 വർഷം മുമ്പ് ക്ലോസ് ചെയ്ത ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ് മണി ലോണ്ടറിംഗ് കേസ് വന്നത് എന്ന രീതിയിലുള്ളൊരു അപ്ഡേറ്റ് കാണാൻ സാധിക്കും. ആൾറെഡി ഈ ബിസിനസ് പേടിഎം അവസാനിപ്പിച്ചതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ പേടിഎം എന്ന സ്റ്റോക്കിനെ നോക്കാം. പേടിഎം എന്ന സ്റ്റോക്ക് ബിയറിഷ് ഫേസിലാണ്. 500 രൂപ പ്രധാന റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കുന്നു. ഇവിടെ നിന്നും സെല്ലിംഗ് പ്രഷർ വരികയാണെങ്കിൽ സ്റ്റോക്ക് 52 വീക്ക് ലോയിലേക്ക് നീങ്ങിയേക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്